ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെളുപ്പിന് US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയിൽ മാർക്കറ്റ് കുതിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഗ്ലോബൽ മാർക്കറ്റ് എന്തുമാത്രം അത് സപ്പോർട്ടീവ് ആണെന്നുള്ള കാര്യം മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും വലിയൊരു മാക്രോ എക്കണോമിക് ഡേറ്റ വന്ന ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ മാക്രോ ഡേറ്റ വന്ന ഡെവലപ്മെൻ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് വീണ്ടും സമാധാനത്തിൽ നീങ്ങുന്നു എന്നുള്ള ഒരു ന്യൂസാണ്. തീർച്ചയായും അത് കമ്പനികളുടെ പല കമ്പനികളും അറ്റാക്കിനെ പേടിച്ചുകൊണ്ട് ലോങ് ട്രാൻസ്ഷിപ്മെൻറ്റ് റൂട്ട് വഴി പോയിരുന്ന കമ്പനികൾക്കെല്ലാം വീണ്ടും പഴയ ട്രാൻസ്ഷിപ്മെൻറ്റ് റൂട്ടിലേക്ക് കടക്കാൻ സാധിക്കും. അത് കമ്പനികളുടെ അനാവശ്യമായിട്ടുള്ള കാർഗോ എക്സ്പെൻസിനെ വളരെയേറെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മറൈൻസിൻ്റെ എണ്ണത്തിനെ കുറയ്ക്കാൻ സാധിക്കും. അതൊക്കെ കമ്പനികളുടെ ആശ്വാസകരമായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് കമ്പനികളെ സംബന്ധിച്ച്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി 4 രാത്രിയാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബേരിഷ് മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതിനെ കുറിച്ച് ധാരാളം ആൾക്കാർ എനിക്ക് ലിങ്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഇന്ന് തന്നെ ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ ചെയ്യാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം 9 o'clock സൂം സെഷനാണ്, ഓൺലൈൻ സെഷനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേരിഷ് മാർക്കറ്റിൽ ധാരാളം ആൾക്കാരെ പെട്ടുപോയ സ്റ്റോക്കുകളുണ്ട് അല്ലേ. ഈ സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് എപ്പോഴാണ് ആവറേജിനെ കുറിച്ച് ചിന്തിക്കേണ്ടതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ആവറേജ് ചെയ്യുന്നതിനെ കുറിച്ച് ഓൾറെഡി 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മേ ബി കുറേ നാളിന് മുമ്പാണ്, മേ ബി 1 or 2 year ബാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനായിട്ട് കണക്കൂട്ടിയാണ്. ഫ്രണ്ട്സ്, ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ മാക്രോ ഇക്കണോമിക് ഡേറ്റ നമ്മുടെ കൺട്രിയെ സംബന്ധിച്ച് നമ്മുടെ GDP ഡൗൺ ആയി, നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡെക്സ് ഡൗൺ ആയി, ശരിക്ക് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വളരെ കോൺട്രാക്ട് ചെയ്തു. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മൈനിങ് ആക്ടിവിറ്റി ഡൗൺ ആയി. പല രീതിയിലും നമ്മൾ വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ ആൾക്കാരുടെ സ്റ്റോക്കിൽ പെട്ടുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള സമയമാണിത്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് സ്റ്റോക്ക് നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകുവാണ് എങ്കിലും അതിൻ്റെ ഫണ്ട ആസ്പെക്ട്സ്, അതിൻ്റെ സെയിൽസിൽ കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, OPM എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം, അതർ ഇൻകത്തിൻ്റെ ബേസിലല്ലാതെ ഏണിങ്സ് പെർ ഷെയറിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഇത് കമ്പൾസറി ആണ്, ഇത് മസ്റ്റ് ആയിട്ട്. ദിസ് ഇസ് ഓക്സിജൻ ഓഫ് ആവറേജ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അഷ്വേർഡ് ആണെങ്കിൽ കമ്പനിയുടെ പ്രത്യേകിച്ച് വാല്യുവേഷൻ പാർട്ടും കൂടെ നിങ്ങൾ നോക്കണം. ഇൻട്രസ്റ്റ് വാല്യുവേഷൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാനായിട്ടുള്ള വീഡിയോക്ക് ലെങ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഫണ്ട ആസ്പെക്ട്സിൽ പറയുന്നത്. ഈ കാര്യങ്ങൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾക്ക് ക്വാർട്ടർലി ബേസിലും P&L അക്കൗണ്ട് ബേസിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ താങ്കളിൽ ഇരിക്കുന്ന സ്റ്റോക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് താങ്കൾ ആവറേജിനെ കുറിച്ച് ചിന്തിക്കാവൂ. ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാവുള്ളൂ. ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ ഡെയിലിയിൽ ടൈം ഫ്രെയിമിൽ പറയുന്നുണ്ട്, വീക്കിലി ടൈം ഫ്രെയിം പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലിയിൽ അത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റിനെ ബേസ് ചെയ്താണ്. ഡെയിലിയിൽ ആവറേജിനെ കുറിച്ച് ചിന്തിക്കണം, വീക്കിലി ആവറേജിനെ കുറിച്ച് ചിന്തിക്കണം, അതോ ഡെയിലിയിൽ വീക്കിലും കൂടെ ചേർന്നുള്ള ഒരു കൺസെപ്റ്റോട് ചിന്തിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റിനെ ബേസ് ചെയ്തുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഡെയിലിയിലുള്ള ബേസും പറയുന്നുണ്ട്, വീക്കിലുള്ള ബേസും പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ ഗ്രാവിറ്റയുടെ പഴയ ചാർട്ടാണുള്ളത്. സംതിങ് അറൗണ്ട് നവംബർ മുതൽ ഈ ലെവൽ വരെ ഏപ്രിൽ 24 വരെ സംതിങ് അറൗണ്ട് ഒരു 10 മാസം മുമ്പിലത്തെ ചാർട്ടാണ്. നമുക്ക് എങ്ങനെ ട്രെൻഡ് ചേഞ്ച് വന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കണ്ടിന്യൂസ് ആയിട്ട് താഴെ പോകുന്ന സ്റ്റോക്കായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത് ഹൈ ആണെങ്കിൽ ഇത് ലോ ആണ്, ഇത് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇവിടം വരെ ലോവർ ലോ വന്നതിന്, ഈ ലെവൽ വരെ ലോവർ ലോ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? സ്റ്റോക്കിൽ പിന്നെയും ലോവർ ലോയിൽ പോയില്ല, പക്ഷേ സ്റ്റോക്ക് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത്? ഈ ഭാഗത്ത് സ്റ്റോക്ക് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ലെവലിൽ ബ്രേക്കൗട്ട് കൊടുത്തിട്ട് ആ ലെവലിൽ ഈ സോൺ വരെ പോയി. ഇതാണ് സ്റ്റോക്കിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത ലെവൽ. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് ഇത് ഹയർ ലോ ആണെങ്കിൽ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു? ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? വീണ്ടും പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത ലെവൽ ഇതാണ്. ഇവിടുന്ന് സ്റ്റോക്ക് ഈ ലെവലിൽ വന്ന് നേരത്തെ വന്ന ബ്രേക്കൗട്ട് സോണിൻ്റെ മേളിൽ ബ്രേക്കൗട്ട് കൊടുത്തു. ഇതാണ് ഫസ്റ്റ് വളരെ കൺഫേം ബ്രേക്കൗട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് കൺഫേം ബ്രേക്കൗട്ട് ആകുമ്പം തിരിച്ച് പുൾ ബാക്കിലേക്ക് വരണമല്ലോ സ്റ്റോക്ക്. ആ പുൾ ബാക്കാണ് ഇത് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തത്. പുൾ ബാക്ക് സോണിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റേജ് 1. ദിസ് ഇസ് സ്റ്റേജ് 1 ആണെങ്കിൽ സ്റ്റോക്ക് സ്റ്റേജ് 1ൻ്റെ ബ്രേക്കൗട്ടാണ് നമ്മളിവിടെ കണ്ടത്. സ്റ്റേജ് 1ൻ്റെ ബ്രേക്കൗട്ടാണ് കണ്ടത്. ഇതൊരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ആണെങ്കിൽ ശരിക്കും
പലപ്പോഴും പുൾ ബാക്ക് അധികം കൊടുക്കാതെ സ്റ്റോക്കിന് കയറി പോകാൻ സാധിക്കും പല കേസിലും. അല്ലെങ്കിൽ പുൾ ബാക്ക് വരുവാണെങ്കിൽ പുൾ ബാക്ക് ഈ ലെവലൊക്കെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സ്റ്റോക്കിന് സാധിക്കും. സോ പലപ്പോഴും ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് തിരിച്ച് പുൾ ബാക്ക് വലുതായിട്ട് വരാതെ സ്റ്റോക്കിന് കയറി പോകാൻ സാധിക്കും. അല്ലെങ്കിൽ പുൾ ബാക്ക് വരുവാണെങ്കിൽ സ്റ്റോക്കിന് ഈ ലെവൽ വരെയൊക്കെ പുൾ ബാക്ക് വരാൻ സാധിക്കും. അല്ല ഇനി കുറച്ചുകൂടെ താഴ്ന്ന പുൾ ബാക്ക് വരുവാണെങ്കിൽ സ്റ്റോക്കിന് ഈ ലെവലിൽ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് സ്റ്റോക്കാണ് തീരുമാനിക്കുന്നത് ഏത് ലെവലിൽ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാർട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫണ്ട അനാലിസിസ് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ഈ സ്റ്റേജ് 1 ബ്രേക്കൗട്ടിൽ നിങ്ങൾക്കൊരു പാർട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പാർട്ട് മാത്രം, ഒരു പാർട്ട് ആവറേജ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്കൊരു 100 സ്റ്റോക്ക് ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 25 സ്റ്റോക്സ് നിങ്ങൾക്ക് ആവറേജ് ചെയ്തിട്ട് യു ക്യാൻ വെയിറ്റ് പുൾ ബാക്ക് എവിടം വരെ പോകണമെന്ന് നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിക്കും. മനസ്സിലായോ? പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ് ശരിക്കും. ആ പുൾ ബാക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിജക്ഷനാണ് സംഭവിച്ചത് അല്ലേ? സ്റ്റോക്ക് ഇത് ഈ ലെവലിൽ ഈ ഡബിൾ ബോട്ടം സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ ബ്യൂട്ടിഫുൾ റിജക്ഷൻ സംഭവിച്ചു. ഇതാണ് പ്രീവിയസ് ഹയർ ലോ. അതിനുശേഷമുള്ള ഹയർ ലോ ആണ്. അവിടെ ബ്യൂട്ടിഫുൾ റിജക്ഷൻ കൊടുത്തിട്ട് സ്റ്റോക്ക് കയറിപ്പോയതിന് ശേഷം അടുത്ത ബ്രേക്ക് എടുത്ത് ഈ ലെവൽ വരെ വന്നു. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലിന് ശേഷം സ്റ്റോക്ക് നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു സോണിന് ശേഷം വന്ന സ്റ്റേജ് 2 ആണിത്. ദിസ് ഇസ് സ്റ്റേജ് 2. സ്റ്റേജ് 2-ൽ എന്ത് സംഭവിച്ചത്? സ്റ്റേജ് 2 ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് പുൾ ബാക്ക് താഴത്തേക്ക്, നേരത്തെ ഇവിടെ താഴത്തേക്ക് വന്നില്ല. പകരം എന്ത് സംഭവിച്ചു? ഗ്രീൻ ക്യാൻഡലിൻ്റെ പകുതിയുടെ ലെവലിൽ എന്താ സംഭവിച്ചത്? ഗ്രീൻ ക്യാൻഡലിൻ്റെ പകുതിയുടെ ലെവലിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് സപ്പോർട്ട് ചെയ്തു. ആ നമുക്ക് 3 ക്യാൻഡിലും താഴെ സ്ട്രോങ് വിക്കാണുള്ളത്. വളരെ പവർഫുൾ വിക്കാണുള്ളത് 3 ക്യാൻഡിലും. എന്നിട്ടാണ് സ്റ്റോക്ക് അടുത്ത ബ്രേക്ക് ഔട്ട് കൊടുത്തു പോയത്. സോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ആവറേജ് ചെയ്യാം, പുൾ ബാക്ക് പാർട്ട് ആവറേജ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അടുത്ത പാർട്ട് ആവറേജ് ചെയ്യാം, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ അടുത്ത പാർട്ട് ആവറേജ് ചെയ്യാം. മനസ്സിലായി? ദർ ആർ ഡിഫറെൻറ്റ് വേസ്. ഈ ഒരു സ്റ്റേജിൽ മൂന്നാമത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ് സ്റ്റോപ്പ് ലോസ് വളരെ ക്ലിയർ ആയിരിക്കണം കൃത്യമായി. സോ ഇതാണ് ഡെയിലിയിലുള്ള നമ്മൾ നോക്കുന്ന ഒരു ആവറേജിങ് സിസ്റ്റം. ഡെയിലിയേക്കാളും പവർഫുൾ ആണ് വീക്ക്ലി. നമുക്ക് വീക്ക്ലിയിൽ നോക്കാം, ഇതേ ലെവലിൽ തന്നെ ഇതേ സ്റ്റോക്കിൽ വീക്ക്ലിയിൽ നമുക്കൊന്ന് നോക്കാം. സോ സെയിം സ്റ്റോക്കാണ്, സെയിം ലെവലാണ്. നോക്കൂ, നവംബർ 23 മുതൽ സംതിങ് അറൗണ്ട് ഏപ്രിൽ വരെയുള്ള. സോ ഈ സോൺ നമുക്കൊന്ന് വീക്ക്ലിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. വീക്കിലി നമുക്കൊന്ന് വരച്ചിടാം. വീക്ക്ലിയിൽ എന്താണ് സംഭവിച്ചത്? ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് ഈ ലെവലിൽ സ്റ്റോക്ക്, ഈ ലെവലിൽ നിങ്ങൾ നോക്കും, ഈ ലെവലിൽ സ്റ്റോക്ക് എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ള സ്റ്റോക്കിലെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് സോണാണ്. ഇതാണ് ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് സോൺ. സ്റ്റോക്കിൻ്റെ ബ്രേക്ക്ഔട്ട് ചെയ്തു, തിരിച്ച് ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു. ട്രെൻഡ് ലൈനിൽ എന്ത് സംഭവിച്ചു? സപ്പോർട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്റ്റോക്ക് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. സ്റ്റോക്ക് ഇവിടെ ഈ ലെവലിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. വേണമെങ്കിൽ ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൽ ഈ ഒരു ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ദിസ് എ സ്മോൾ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട്. ആക്ച്വലി ഒരു ചെറിയ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ടാണിത്. ഇതൊരു ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ടാണ്. ഈ ബ്രേക്ക്ഔട്ട് സംബന്ധിച്ച് അറൗണ്ട് 6.43% ഉണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ നിങ്ങളുടെ ആവറേജിനെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ചിന്തിക്കാൻ സാധിക്കും. സോ അതിനുശേഷമുള്ള നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ക്യാൻഡിൽ നോക്കുക, ബ്യൂട്ടിഫുൾ റിജക്ഷൻ ആണല്ലേ? ഈ ലെവലിൽ ബ്യൂട്ടിഫുൾ റിജക്ഷൻ വന്ന ക്യാൻഡിലാണിത്. ഈ ലെവൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഇതാണ് സ്റ്റേജ് 2. അതിനുശേഷം അടുത്ത ലെവലിൽ നോക്കൂ, ഈ ലെവലിലേക്ക് സ്റ്റോക്ക് കയറിപ്പോയി. ഈ ബ്രേക്ക്ഔട്ടിനാണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന സാധനം. ഈ ബ്രേക്ക്ഔട്ടിലാണ് അടുത്ത ലെവൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലെവൽ ഈ ക്യാൻഡിൽ ചിന്തിക്കാം, അല്ല ഈ ക്യാൻഡിൽ ചിന്തിക്കാൻ പറ്റും. ഇനി അല്ല നിങ്ങൾ പുൾ ബാക്ക് ട്രേഡ് ആണെങ്കിൽ പുൾ ബാക്കിന് വേണ്ടി കാത്തിരിക്കാം, ബ്രേക്ക്ഔട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ പുൾ ബാക്ക് കംപ്ലീഷന് വേണ്ടി കാത്തിരിക്കാം. പുൾ ബാക്ക് കംപ്ലീഷൻ ഇവിടെ സംഭവിച്ചു, ഈ ലെവലിലാണ് പുൾ ബാക്ക് കംപ്ലീഷൻ സംഭവിച്ചത്. ഈ ലെവലിൽ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? സ്റ്റോക്കിൽ അതിനുശേഷം സ്റ്റോക്ക് അടുത്ത സൂപ്പർ ബ്രേക്ക്ഔട്ട് കൊടുത്ത് കയറിപ്പോയി. ശരിക്കും ഇനി ഇത് പുൾ ബാക്ക് ലെവൽ ഇത് വാലിഡ് ആണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് മൂവിങ് ആവറേജിന് ട്രൈ ചെയ്ത് നോക്കാം. മൂവിങ് ആവറേജ് 10 ട്രൈ ചെയ്ത് നോക്കാം. 10-ൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണിത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പവർ സോൺ ഡെവലപ്പ് ചെയ്യാം. എന്താണ് പവർ സോൺ? നമുക്ക് ഈ ലെവലിൽ നിങ്ങൾക്ക് പവർ സോൺ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ലെവലിൽ എന്താ കാണാൻ പറ്റുന്നത്? ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് എ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. കറക്റ്റായിട്ട് വരച്ചിട്ടില്ല. ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് ഈ ട്രെൻഡ് ലൈനും ഈ മൂവിങ് ആവറേജ് 10 കൂടെ വരുമ്പോൾ എന്താ ആക്ട് ചെയ്തു? പവർ സോണായിട്ട് ആക്ട് ചെയ്തു. പവർ സോൺ ആക്ട് ചെയ്യുമ്പോൾ പവർ മുകളിലേക്കാണ്. കാര്യം ട്രെൻഡ് ചേഞ്ച് വന്ന സ്റ്റോക്കല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫിബോനസി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. യു ക്യാൻ യൂസ് എ ഫിബോനസി. ഈ ലെവലിൽ നിന്നും ഫിബ് ഈ ലെവൽ വരെ നിങ്ങൾക്ക് വരച്ചാൽ എവിടെയാണ് ഫിബിൻ്റെ സപ്പോർട്ട് എടുത്തത്? നമ്മൾ നോക്കൂ, ഈ ലെവലിൽ തന്നെ അല്ലേ നോക്കാൻ നേരത്തെ ഇത് സംഭവിച്ചത് 0.382 ലെവലിൽ സപ്പോർട്ട് എടുത്താണ്. ഇവിടെ ഫിബിൻ്റെ സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടുണ്ട്. സോ ഒക്കെ വാലിഡ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാലിഡ്സ് ആണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സ്റ്റോക്ക് കയറിപ്പോഴുള്ള സാധ്യത കൂടുതല. ശ്രദ്ധിക്കണം, നിങ്ങളൊരു വോളിയൊക്കെ ഇവിടെ കൊടുക്കുവാണെങ്കിൽ തിരിച്ച് താഴേക്ക് വന്ന ക്യാൻഡിലൊന്നും വോളിയും ഇല്ല, വീക്കാണ്.
മുകളിൽ കയറിയ ക്യാൻഡിലൊക്കെ സ്ട്രോങ് വോളിയമാണ്. അതിൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നത്? സാധാരണ റീറ്റെയിലറാണ് ഇറങ്ങിപ്പോകുന്നത്, സ്ട്രോങ് ഓപ്പറേറ്റേഴ്സ് അല്ല ഇറങ്ങിപ്പോകുന്നത്. സോ താഴത്തേക്ക് വന്ന പുൾ ബാക്സിന് പറയുന്നത് ലീനിയർ പുൾ ബാക്സ്, തമ്മിൽ വളരെ വീക്കായിട്ടുള്ള പുൾ ബാക്സാണ്. ഇതൊക്കെയാണ് നമ്മളെ തിരിച്ച് വീണ്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അടുത്തൊരു പ്രൊജക്ഷൻ ഉണ്ട്, സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ പകുതിയിലും അതിൻ്റെ താഴെയും സപ്പോർട്ട് കൊടുക്കണം. സോ ഈ ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തത്. ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ ഇവിടെ സപ്പോർട്ട് വന്നു, ഇൻഡിക്കേറ്ററിൻ്റെ സപ്പോർട്ട് വന്നു, അതുപോലെ തന്നെ ഫിബോനിസിയുടെ സപ്പോർട്ട് വന്നു, അതുപോലെ തന്നെ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് വന്നു, പ്രൈസ് ആക്ഷൻ്റെ സപ്പോർട്ട് വന്നു. അതെല്ലാം വാലിഡ് സപ്പോർട്ടാണ്. ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും കയറാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലിയെക്കാളും എപ്പോഴും പവർഫുൾ വീക്ക്ലി ആണെന്ന കാര്യം എടുത്തു പറയുന്നു. സോ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണേൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൺഫേം ട്രെൻഡ് ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് എവിടെ വേണമെങ്കിലും തീർച്ചയായും ആവറേജിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ഇനിഷ്യൽ സ്റ്റേജസിൽ ആവറേജ് ഒരിക്കലും മേളിൽ ചെന്നിട്ടല്ല ചെയ്യേണ്ടത്, ഇനിഷ്യൽ സ്റ്റേജസിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. അവിടെ പ്രൈസ് ആക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും, അവിടെ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ട്രെൻഡ് ചേഞ്ച് വരുന്നത് ഫണ്ടമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ മാത്രമേ ട്രെൻഡ് ചേഞ്ച് വരത്തുള്ളൂ. ഫണ്ടമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് മാത്രമാണെന്നുള്ള കാര്യം ആണ് ക്രിട്ടിക്കൽ. അത് കൺഫേം ആയതിനു ശേഷം മാത്രമേ ആവറേജിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഡെയിലിയിലെയും താങ്കൾ കണ്ടു, വീക്കിലിയിലും താങ്കൾ കണ്ടു. ഡെയിലിയുടെ ബേസിൽ താങ്കൾക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കും, വീക്കിലിയുടെ ബേസിൽ ആവറേജ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡെയിലിയും വീക്കിലിയും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ്റെ ബേസിൽ ആവറേജ് ചെയ്യാൻ സാധിക്കും. അത് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള റിസ്ക് ആപ്പിറ്റൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറയേണ്ടത്, വളരെ കെയർഫുൾ ആവണം ഈ ഒരു മാർക്കറ്റിൽ, ഈ ബെയറിഷ് മാർക്കറ്റിൽ. കാര്യം സെൽ ഓൺ റൈസിലാണ് മാർക്കറ്റ് സോഫാർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫണ്ട അനാലിസിസ് മസ്റ്റ് ആണ്. ആ ഫണ്ടയിലുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് വരാവുള്ളൂ എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ എൻ്റെ സൈഡിൽ നിന്നുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. സൈനിങ് ഓഫ്.